കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. മുഖംമിനുക്കി ആധുനിക ടെക്നോളജിയുമായി പുനഃസംപ്രേഷണം തുടങ്ങിയ റിപ്പോർട്ടർ ചാനൽ മറ്റു മുഖ്യധാരാ ചാനലുകൾക്ക് ഉയർത്തുന്നത് വൻ ഭീഷണി. ലൈവ് റിപ്പോർട്ടിംഗിൽ പുതിയ ശൈലി പിന്തുടരുന്ന റിപ്പോർട്ടർ ചാനൽ കർണാടകയിലുണ്ടായ മണ്ണിടിച്ചിലിൽ മലയാളിയായ ഡ്രൈവർ അർജുനെ കാണാതായ സംഭവത്തിൽ ഇടപെട്ട് നടത്തിയ പ്രവർത്തനമാണ് ചാനൽ യുദ്ധത്തിൽ അവരെ ഇപ്പോൾ ഒറ്റയടിക്ക് 3-ാം സ്ഥാനത്ത് എത്തിച്ചിരിക്കുന്നത്. റിപ്പോർട്ടർ ചാനൽ ഈ വിഷയം ഏറ്റെടുത്ത് മറ്റു വാർത്തകൾ മാറ്റിവെച്ച് നൽകിയ നിരന്തരമായ അപ്ഡേഷനുകൾ യൂട്യൂബ് ലൈവിലും വൻ കുതിച്ചുചാട്ടമാണ് ഉണ്ടാക്കിയത്. തുടർന്ന് റിപ്പോർട്ടർ ചാനലിന് പുറമെ മറ്റു മലയാള ചാനലുകൾക്കും മണ്ണിടിച്ചിലുണ്ടായ കർണാടകയിൽ തമ്പടിക്കേണ്ട സാഹചര്യമാണുണ്ടായത്. മണ്ണിടിച്ചിൽ സംഭവം റിപ്പോർട്ട് ചെയ്തത് വഴി ലഭിച്ച പ്രേക്ഷക പിന്തുണയാണ് കഴിഞ്ഞ ആഴ്ചയിലെ ബാർ റേറ്റിംഗ് വൻ മുന്നേറ്റം നടത്താൻ റിപ്പോർട്ടർ ചാനലിന് കഴിഞ്ഞത്. 77 പോയിന്റുമായാണ് റിപ്പോർട്ടർ TV 3-ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത്. അതേസമയം ഇപ്പോഴും TRPയിൽ 1-ാം സ്ഥാനത്ത് ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെ. 125 പോയിന്റുമായാണ് ഏഷ്യാനെറ്റ് ന്യൂസ് 1-ാമത് നിൽക്കുന്നത്. ഏഷ്യാനെറ്റിന് പിന്നിൽ ശ്രീകണ്ഠൻ നായർ നേതൃത്വം നൽകുന്ന 24 ന്യൂസാണുള്ളത്. ഇരു ചാനലുകളും തമ്മിലുള്ള TRP വ്യത്യാസം 13 പോയിന്റുകൾ മാത്രമാണ്. 112 പോയിന്റുകളാണ് കഴിഞ്ഞ ആഴ്ച 24 ന്യൂസ് TRPയിൽ നേടിയിരിക്കുന്നത്. നേരത്തെ ശബരിമല യുവതീ പ്രവേശന വിധി വന്നതിന് പിന്നാലെ ഏഷ്യാനെറ്റിന്റെ തൊട്ടടുത്ത് സംഘപരിവാർ ചാനലായ ജനം TV എത്തിയിരുന്നു. എന്നാൽ TRPയിലെ ഈ മുന്നേറ്റം ചാനലിന് നിലനിർത്തുവാൻ ആയിട്ടില്ല. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ചാനൽ 5ഉം 6ഉം 7ഉം സ്ഥാനങ്ങളിലായാണ് എത്തി നിൽക്കുന്നത്. പതിവായി 3-ാം സ്ഥാനം നിലനിർത്താനുള്ള മനോരമ ന്യൂസ് ഇത്തവണയും 4-ാം സ്ഥാനത്തേക്കാണ് കൂപ്പുകുത്തിയിരിക്കുന്നത്. TRPയിൽ 66 പോയിന്റുകൾ നേടാനേ മനോരമ ന്യൂസിന് സാധിച്ചുള്ളൂ. 5-ാം സ്ഥാനത്തുള്ള മാതൃഭൂമിക്ക് TRPയിൽ 62 പോയിന്റുകളാണ് ഉള്ളത്. 6-ാം സ്ഥാനത്തുള്ളത് CPM നിയന്ത്രണത്തിലുള്ള കൈരളി ന്യൂസാണ്. 22 പോയിന്റുകൾ നേടാനേ കൈരളിക്ക് സാധിച്ചുള്ളൂ. സംഘപരിവാർ അനുകൂല ചാനലായ ജനം TVക്കും TRPയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ഇത്തവണയും സാധിച്ചില്ല. 20 പോയിന്റുകളുമായി കൈരളിക്കും പിന്നിൽ ജനം TV 7-ാം സ്ഥാനത്താണുള്ളത്. 19 പോയിന്റുകളുമായി ന്യൂസ് 18 കേരള 8-ാം സ്ഥാനത്തുമാണ്. TRP റേറ്റിംഗിലുള്ളത് മീഡിയ വണ്ണിന് ലഭിച്ചിരിക്കുന്നത് 12 പോയിന്റുകളാണ്. ഈ റേറ്റിംഗ് രീതി ചാനൽ ഉടമകളെയും ചിന്തിപ്പിച്ചിരിക്കുകയാണ്. ഒറ്റയടിക്കാണ് റിപ്പോർട്ടർ ചാനലിന്റെ കുതിപ്പ് എന്നതിനാൽ അത് ഇനിയും തുടർന്നാൽ മറ്റു ചാനലുകൾക്ക് ഭാവിയിൽ ഭീഷണിയാകും. ഇതിന് തടയിടാനുള്ള നീക്കങ്ങൾ ചാനൽ മാനേജ്മെന്റുകൾ ആലോചിക്കുന്നതിനിടെ സകല മാധ്യമങ്ങളെയും അമ്പരപ്പിച്ച് പുതിയ പ്രഖ്യാപനവുമായി റിപ്പോർട്ടർ ചാനൽ വീണ്ടും രംഗത്തു വന്നിരിക്കുകയാണ്. ഉരുൾപൊട്ടലിൽ തകർന്നടിഞ്ഞ വയനാട്ടിലെ പ്രദേശങ്ങൾ റീക്രിയേറ്റ് ചെയ്യാൻ 150 ഏക്കർ ഭൂമിയും 100ഓളം വീടുകളുമാണ് റിപ്പോർട്ടർ ചാനൽ മാനേജ്മെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സർക്കാരുമായും മറ്റു രാഷ്ട്രീയ നേതൃത്വങ്ങളുമായും ചേർന്ന് ടൗൺഷിപ്പ് നിർമ്മാണത്തിൽ പങ്കാളിത്തം വഹിക്കുമെന്നും ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് പ്രപ്പോസൽ നൽകുമെന്നാണ് റിപ്പോർട്ടർ TV മാനേജിംഗ് ഡയറക്ടറും മാനേജിംഗ് എഡിറ്ററുമായ ആൻഡോ അഗസ്റ്റിൻ അറിയിച്ചത്. ടൗൺഷിപ്പിൽ 15 സെന്റിൽ 3 ബെഡ്റൂമുള്ള വീട് വെച്ചു നൽകുമെന്നാണ് തീരുമാനം. ഇക്കാര്യം ഒരു പ്രപ്പോസലായി തന്നെ മുഖ്യമന്ത്രിയെ അറിയിക്കാനാണ് തീരുമാനം. ഈ വാർത്ത റിപ്പോർട്ടർ ചാനൽ ബ്രേക്ക് ചെയ്തപ്പോൾ തന്നെ പിന്തുണയുമായി മന്ത്രിമാരും വിവിധ രാഷ്ട്രീയ നേതാക്കളും രംഗത്തു വന്നിട്ടുണ്ട്. പുത്തുമലയിൽ സംഭവിച്ചതുപോലെ കോളനി സംവിധാനം ഉണ്ടാക്കിക്കൊടുക്കരുതെന്നും പല വഴികളുള്ള ടൗൺഷിപ്പ് ആയിരിക്കണമെന്നാണ് ആഗ്രഹമെന്നുമാണ് പ്രോജക്ടിന്റെ വിശദാംശം പുറത്തുവിട്ട് ചാനൽ MD ആൻഡോ അഗസ്റ്റിൻ വ്യക്തമാക്കിയിരിക്കുന്നത്. 600 വീടുകൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് ബുദ്ധിമുട്ടില്ലെന്നും ആൻഡോ അഗസ്റ്റി പറഞ്ഞു. ഇത്തരമൊരു അപ്രതീക്ഷിത നീക്കം റിപ്പോർട്ടർ ചാനൽ നടത്തിയത് മറ്റു ചാനലുകളെയും പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇത്രയും വലിയൊരു തീരുമാനം മറ്റൊരു മാധ്യമങ്ങളും പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മറ്റു വാർത്താ മാധ്യമങ്ങൾ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് രാഷ്ട്രീയ കേന്ദ്രങ്ങളും ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തത്തിൽ 1-ാമത് വയനാട്ടിൽ ഇപ്പോൾ സംഭവിച്ചതാണ്. ഇതു സംബന്ധമായ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്ത് ജനങ്ങൾക്കും അധികാരികൾക്കും മുന്നിൽ എത്തിക്കുക എന്നതിലുപരി വലിയ സഹായഹസ്തവുമായി വാർത്താ മാധ്യമം രംഗത്ത് വന്നത് മാധ്യമ പ്രവർത്തന മേഖലയ്ക്കും അപ്പുറമുള്ള ഇടപെടലാണ്. ഇത്തരം ഇടപെടലുകൾ റിപ്പോർട്ടർ ചാനലിന് കൂടുതൽ ജനസ്വീകാര്യത ഉണ്ടാക്കുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. മറ്റു ചാനൽ ഉടമകളുടെ ഉറക്കം കെടുത്തുന്നതും അതുതന്നെയാണ്.